ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞങ്ങളുടെ കൊച്ചി റിപ്പോർട്ടർ മുജിതബ ഇന്ന് എക്സ്ക്ലൂസീവായി നൽകി. ആ വാർത്ത ഇതാണ്. അതായത് കരിപ്പൂർ സ്വർണ്ണവേട്ടയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കസ്റ്റംസ് ഹൈക്കോടതിയെ സമീപിച്ച വാർത്തയാണ്. കസ്റ്റംസിന്റെ അധികാരപരിധിയായ വിമാനത്താവളത്തിലും പരിസരത്തും പോലീസ് കടന്നുകയറി സ്വർണം പിടിക്കുന്നുവെന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. പിടിച്ചെടുത്ത സ്വർണം പോലീസ് നിയമവിരുദ്ധമായി ഉരുക്കുന്നതായും കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സത്യവാങ്മൂലത്തിലുണ്ട്. നമുക്ക് ആദ്യം ഗ്രാഫിക്സിലൂടെ തന്നെ പരിശോധിക്കാം എന്താണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ അറിയിച്ച കാര്യമെന്ന്. അതായത് കസ്റ്റംസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നമുക്ക് നോക്കാം. കസ്റ്റംസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കാർഡ് ഇതാണ്. അതായത് കരിപ്പൂർ സ്വർണ്ണവേട്ടയിൽ പോലീസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് പരിധി വിട്ട പ്രവർത്തനമാണ് പോലീസിന്റേതെന്നാണ് കസ്റ്റംസ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, പിടിച്ചെടുക്കുന്ന സ്വർണം പോലീസ് നിയമവിരുദ്ധമായി ഉരുക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി പോലീസിനെതിരെ പറയുന്നത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ വ്യക്തികളുടെ എക്സ്റേ എടുക്കുന്നു എന്നുള്ളതാണ്. നാലാമതായി പറയുന്നത് കസ്റ്റംസ് കീഴിലുള്ള വിമാനത്താവള പരിസരത്ത് സ്വർണം പിടിക്കാൻ പോലീസിന് അധികാരമില്ല. അഞ്ചാമതായി പറയുന്നു സ്വർണ്ണക്കടത്ത് കേസുകളിൽ കസ്റ്റംസിനെ ഇരുട്ടിൽ നിർത്തുന്നു എന്നുള്ളതാണ്. ആറാമതായി പറയുന്ന കാര്യം ഇങ്ങനെയാണ്, പോലീസ് പിടിച്ച സ്വർണ്ണക്കടത്ത് കേസുകളിൽ കസ്റ്റംസിന് കൈമാറുന്നില്ല. ഏഴാമതായി പറയുന്നു കരിപ്പൂർ സ്റ്റേഷനിൽ മാത്രം 170 കേസുകൾ ഉണ്ട്, അത് കസ്റ്റംസിന് കൈമാറിയത് 6 മാത്രമാണ്. അതായത് നോക്കൂ, 170 കേസുകളിൽ വെറും 6 കേസുകൾ മാത്രമാണ് പോലീസ് കസ്റ്റംസിന് കൈമാറിയത്. പോലീസ് നടപടി കസ്റ്റംസ് അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്നു എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇങ്ങനെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഈ കസ്റ്റംസ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. ഇതിൽ പ്രേക്ഷകർ ചോദിക്കും എന്താണ് ഇത്ര ഗൗരവമുള്ള കാര്യമെന്ന്. അതായത് തീർച്ചയായും ഗൗരവമുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ആളുകളിൽ നിന്നും പിടികൂടുന്ന സ്വർണം പോലീസ് കടത്തുന്നത് എങ്ങോട്ടാണ്? അതൊരു ചോദ്യമാണ്. ഈ സ്വർണം പോലീസ് ഉരുക്കിയെടുക്കുന്നത് എന്തിനു വേണ്ടി? ഉരുക്കിയെടുക്കുന്ന സ്വർണം എവിടോട്ടാണ് പോലീസ് മാറ്റുന്നത് എന്നതടക്കമുള്ള നിർണായകമായ ചോദ്യമുണ്ട്. പോലീസിന് പിന്നിൽ വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം പോലും ഉയർത്തുന്ന തലത്തിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മുജിതബ തന്നെ നമുക്കൊപ്പമുണ്ട്. മുജിതബ നോക്കൂ, മുജിതബ ഇന്ന് കൊണ്ടുവന്ന ഈ വാർത്ത വളരെ ഗൗരവമേറിയ വാർത്തയാണ്. അതിൽ കസ്റ്റംസിന്റെ വേർഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഗ്രാഫിക്സിലൂടെ കണ്ടു കഴിഞ്ഞു. പോലീസിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ കസ്റ്റംസിന്റെ സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുമുണ്ട്. ശരിക്കും എന്താണ് മുജിതബ സംഭവിച്ചത്? വടകര സ്വദേശി അദ്ദേഹത്തിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത സ്വർണം വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ട് നേരത്തെ മഞ്ചേരി കോടതിയെ സമീപിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഹൈക്കോടതിയിലും ഒരു അപേക്ഷ നൽകുകയാണ്. ആ അപേക്ഷയിൽ എതിർകക്ഷിയായ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള കസ്റ്റംസിന്റെ മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇത്രയും ഗുരുതരമായ ചില ആരോപണങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വളരെ ആ പോയിന്റുകളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ ഒരു പ്രാഥമികമായി പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. നേരത്തെ നോക്കൂ, പി വി അൻവർ MLA ഒരു കാലത്ത് സർക്കാരുമായി നേരിട്ട്, പ്രത്യേകിച്ച് MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ, മലപ്പുറത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഒരു പ്രത്യേക കോക്കസ് ഇതുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കൽ സംഘമായി പോലീസ് തന്നെ പ്രവർത്തിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഉന്നയിച്ചത്. അതിനെ തുടർന്ന് വലിയ കാര്യങ്ങളിലേക്ക് പോകുകയും പിന്നീട് അദ്ദേഹം MLA സ്ഥാനത്ത് തന്നെ രാജിവെക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകുന്നു. അതിനെ സ്ഥിരീകരിക്കുന്ന തലത്തിലാണ് അപ്പോൾ ഈ കസ്റ്റംസിന്റെ റിപ്പോർട്ട് സത്യവാങ്മൂലത്തിൽ ചില കാര്യങ്ങൾ പോലീസിനെതിരെ ഗുരുതരമായി ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ വിമാനത്താവളത്തിനകത്തോ അതിന്റെ പരിസരത്തോ സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു നോട്ടിഫൈഡ് ഏരിയ എന്നുള്ള നിലയ്ക്ക് അത് കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയ ആണ്. അവിടെ പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ സ്വർണം പിടിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകാൻ റൈറ്റ് ഇല്ല, നിയമപരമായി അധികാരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു സ്ഥലത്ത് നോക്കൂ, കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് 170 കേസുകളാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തത്. കേവലം 6 കേസുകളുടെ വിശദാംശങ്ങൾ മാത്രമാണ് പോലീസ് കസ്റ്റംസിന് കൈമാറിയിരിക്കുന്നത്. സാധാരണഗതിയിൽ നിയമപ്രകാരം കസ്റ്റംസിനെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട കേസ് അങ്ങോട്ട് റെഫർ ചെയ്യുകയും, ഈ സാധാരണഗതിയിൽ പോലീസിന് ചില വിവരങ്ങൾ കിട്ടാറുണ്ട്, ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം വിവരങ്ങളൊക്കെ കസ്റ്റംസിലേക്ക് എസ്കലേറ്റ് ചെയ്യുകയും അവിടെ കസ്റ്റംസ് മറ്റു നടപടികളിലേക്ക് പോവുകയുമാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. അത് മറികടന്നുകൊണ്ട് കസ്റ്റംസിനെ അറിയിക്കാതെ ഇത്തരം സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളായി പോലീസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് കൂടിയാണ് ഈ സത്യവാങ്മൂലത്തിൽ. പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയുന്നത്
ഇതിനകത്ത് ഈ കസ്റ്റംസ് സ്വർണം ഉരുക്കുകയും പോലീസ് സ്വർണം ഉരുക്കുകയും എക്സ്റേ എടുക്കുകയും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നു. അത് കേസ് അന്വേഷണത്തെ കാര്യമായി തന്നെ ദുർബലപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വളരെ ഗൗരവമായ സമയപരിധി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വളരെ ഗൗരവമായ ആരോപണങ്ങളാണ് ഈ സത്യവാങ്മൂലത്തിൽ കസ്റ്റംസ് ഉന്നയിക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ കസ്റ്റംസ് സത്യവാങ്മൂലത്തിലൂടെ കോടതിയിൽ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പോലീസ്, നമുക്കറിയാം നമ്മുടെ സംസ്ഥാന പോലീസ് ഒട്ടനവധി സേവനങ്ങൾ കൊണ്ട് പോലീസിന് സൽപ്പേര് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പോലീസിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന തലത്തിലുള്ള നടപടിയാണ് കരിപ്പൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. പേരിന് കളങ്കം വരുത്തുന്ന ഒരു നടപടി, പോലീസിന്റെ പേരിന് കളങ്കം വരുത്തിയ ഈ ഒരു നടപടിക്കെതിരെ ഏത് തലത്തിലുള്ള വകുപ്പ് തല നടപടിയായിരിക്കും ആഭ്യന്തര വകുപ്പ് എടുക്കുക? തീർച്ചയായും നമുക്കത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.